Hello children, welcome to Kids Area Online. LSS exam 2024 എക്സാം അടുത്തിരിക്കുകയാണ്. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാം. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് ഒത്തിരി പേർ ചോദിക്കുന്നുണ്ട്. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് ടീച്ചർ സൂചിപ്പിക്കാം. മലയാളം ലെറ്റേഴ്സ്, അതായത് സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ, ഇവ ഇത്രയും ചേർന്നതാണ് മലയാളം ബേസിക് ക്ലാസ്. ഇവ കിഡ്സ് ഏരിയ ഓൺലൈൻ ഏപ്രിൽ മെയ് വെക്കേഷൻ നൽകുന്നുണ്ട്. അതോടൊപ്പം മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും റീഡിങ്ങും റൈറ്റിങ്ങും എഴുതാനും വായിക്കുവാനും പഠിപ്പിക്കുന്നുണ്ട്. മാത്തമെറ്റിക്സ് ബേസിക്, മാത്തമെറ്റിക്സിൻ്റെ എല്ലാ ബേസിക് ക്ലാസ്സസും, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വെക്കേഷനിൽ ക്ലാസ് ഉണ്ടാകും. LKG റിവിഷൻ, UKG റിവിഷൻ, LKG UKGയിലേക്ക് പോകുന്നതിന് മുൻപ് പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും, 1ാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് UKGയിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, അതാണ് LKG റിവിഷൻ, UKG റിവിഷൻ. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ടാകും, ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സസ് ഉണ്ടാകും, വർക്ക്ഷീറ്റ്സ് ഉണ്ടാകും. ഇതൊക്കെ ഏപ്രിൽ മെയ് വെക്കേഷൻ സമയത്ത് ഉണ്ടാകുന്നതാണ്. കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്ന ട്യൂഷൻസ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ വർഷം ട്യൂഷൻ നൽകുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ മുതൽ, അതായത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ജൂൺ മുതൽ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ടാകും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, LSSൻ്റെ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആർ യു റെഡി? ടീച്ചർ ക്വസ്റ്റ്യൻ തരട്ടെ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മാൺപ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? മാൺപ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഓപ്ഷൻസ് ടീച്ചർ തരാം. ദുഃഖം, അഴക്, ആകാശം, വൃത്തി. ഇതിൽ ഏതാണ് മാൺപ് എന്ന വാക്കിൻ്റെ അർത്ഥം? ദുഃഖം, അഴക്, ആകാശം, വൃത്തി. ഇതിലേതാണ്? ദ കറക്റ്റ് ആൻസർ ഈസ് അഴക്. മാൺപ് എന്ന് പറഞ്ഞാൽ എന്താ? അഴക്. എത്ര പേര് കറക്റ്റായിട്ട് പറഞ്ഞു? ഓക്കെ, വെരി ഗുഡ്. മാൺപ് എന്ന് പറഞ്ഞാൽ എന്താ? അഴക്. തെറ്റില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 2. വൃക്ഷം എന്നതിന് സമാനമല്ലാത്തത് ഏത്? ഓപ്ഷൻസ് തരാം. ശാഖി, ശിഖി, തരു, മരം. ഇവയിൽ വൃക്ഷം എന്നതിന് സമാനമല്ലാത്തത്, അതായത് തുല്യമല്ലാത്തത്, വൃക്ഷം എന്നതിനുള്ള പകരം പദങ്ങളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. എന്നാൽ പകരം പദം അല്ലാത്തത് ഏത്? സമാനമല്ലാത്തത് ഏത്? വൃക്ഷം എന്നതിന് സമാനമല്ലാത്തത് ഏത്? ആൻസർ കണ്ടുപിടിച്ചായിരുന്നോ? പറഞ്ഞേ. ഓക്കെ, കറക്റ്റ് ആണോ നോക്കാം. ശിഖി. ശിഖി വൃക്ഷം എന്നതിന് സമാനമല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 3. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വിളിയൊച്ച എന്ന പദം പിരിച്ചെഴുതുക. വിളിയൊച്ച. ഓപ്ഷൻസ് തരാം. ഇതിലേതാണ് കറക്റ്റ് ആണെന്ന് പറയാം. നിങ്ങളൊന്ന് എഴുതി നോക്കിക്കോളൂ കേട്ടോ. ഒന്നാമത്തെ ഓപ്ഷൻ വിളി പ്ലസ് ഒച്ച, ബി വിളിച്ചു പ്ലസ് ഒച്ച. മൂന്നാമത്തെ ഓപ്ഷൻ വിളിയോ പ്ലസ് ഒച്ച, ഡി ഇവയൊന്നുമല്ല. ഇതിൽ ഏതാണ് ശരി? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? യെസ്, വെരി ഗുഡ്. എ ആണ്. വിളി പ്ലസ് ഒച്ച, വിളിയൊച്ച. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 4. എത്തും പിടിയും കിട്ടിയില്ല എന്ന ശൈലിയുടെ അർത്ഥം എഴുതുക. എത്തും പിടിയും കിട്ടിയില്ല എന്ന ശൈലിയുടെ അർത്ഥം എഴുതുക. ഓപ്ഷൻസ്. എല്ലാം മനസ്സിലായി, ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല,
ഇവയൊന്നുമല്ല. എത്തും പിടിയും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ എല്ലാം മനസ്സിലായി എന്നാണോ, ഒന്നും മനസ്സിലാവുന്നില്ല എന്നാണോ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്നാണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ലേ? ഏതാണ് ശരി ഉത്തരം? യെസ്, വെരി ഗുഡ്. ഓപ്ഷൻ ബി, ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്കൊന്നും മനസ്സിലായില്ല. എത്തും പിടിയും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലായില്ല, ഒന്നും മനസ്സിലാവുന്നില്ല എന്നാണ് എത്തും പിടിയും കിട്ടിയില്ല എന്ന ശൈലിയുടെ അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 5. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. രാവണൻ എന്ന കഥാപാത്രത്തിന് കഥകളിയിൽ നൽകുന്ന വേഷം ഏത്? രാവണൻ എന്ന കഥാപാത്രത്തിന് കഥകളിയിൽ നൽകുന്ന വേഷം ഏത്? അറിയാവോ? രാവണൻ എന്ന കഥാപാത്രത്തിന് കഥകളിയിൽ നൽകുന്ന വേഷം ഏതാണ്? ഓപ്ഷൻസ് ഇല്ലാതെ പറയാൻ കഴിയുമോ? ഓക്കെ, ശരിയാണോ നോക്കാം. അത് ഓപ്ഷൻസിലുണ്ടോ നോക്കാം. കരി, പച്ച, തടി, ചുവന്ന താടി. ഇതിൽ ഏതാണ് രാവണൻ എന്ന കഥാപാത്രത്തിന് നൽകുന്ന വേഷം? നിങ്ങൾ പറഞ്ഞത് ശരിയാണോ നോക്കാം. കരി എന്നാണോ? രാവണൻ എന്ന കഥാപാത്രത്തിന് കഥകളിൽ നൽകുന്ന വേഷം ഏതാണ്? കരി. ക്വസ്റ്റ്യൻ നമ്പർ 6. ആറാമത്തെ ക്വസ്റ്റ്യൻ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏത്? ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ അറിയാം. ഓപ്ഷൻസ് തരാം. അഷ്ടമുടിക്കായൽ, പുന്നമടക്കായൽ, വേമ്പനാട്ട് കായൽ, ഉപ്പളാക്കായൽ. അഷ്ടമുടി, പുന്നമട, വേമ്പനാട്ട്, ഉപ്പള. ഇതിലേതാണ് ശരി? പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാ? പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 7. ആധുനിക കവിത്രയത്തിൽ പെടാത്തത് ആര്? ടീച്ചറുടെ ഓപ്ഷൻസ് നൽകാം. അതിൽ ആധുനിക കവിത്രയത്തിൽ പെടാത്തത് ആരാണെന്ന് പറയണം. ചെറുശ്ശേരി, കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ചെറുശ്ശേരി, കുമാരനാശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ഇതിൽ ആധുനിക കവിത്രയത്തിൽ പെടാത്തത് ആര്? ആൻസർ ചെറുശ്ശേരി. എത്ര പേർക്ക് ശരിയായി? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. കൈ ഉയർത്തി. തെറ്റിപ്പോർ വിഷമിക്കണ്ട കേട്ടോ. ആധുനിക കവിത്രയത്തിൽ പെടാത്തത് ആരാണ്? ചെറുശ്ശേരി. ഓക്കെ, ചെറുശ്ശേരി. അടുത്ത ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 8. കുഞ്ഞേടത്തി എന്ന കവിത ആരുടേതാണ്? കുഞ്ഞേടത്തി എന്ന കവിത ആരുടേതാണ്? ഓപ്ഷൻസ്: ONV കുറുപ്പ്, ചങ്ങമ്പുഴ, ചെറുശ്ശേരി, വള്ളത്തോൾ. കുഞ്ഞേടത്തി എന്ന കവിത ആരുടേതാണ്? ONV കുറുപ്പ്, ചങ്ങമ്പുഴ, ചെറുശ്ശേരി, വള്ളത്തോൾ. ഇതിൽ ആരുടേതാണ് കുഞ്ഞേടത്തി എന്ന കവിത? നോക്കാം, ശരിയാണോ നോക്കാം. ആൻസർ ഈസ് ONV കുറുപ്പ്. കുഞ്ഞേടത്തി എന്ന കവിത ആരുടേതാ? ONV കുറുപ്പിൻ്റെതാണ് കേട്ടോ. കുഞ്ഞേടത്തി എന്ന കവിത ആരുടേതാണ്? ONV കുറുപ്പിൻ്റെതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. മർക്കട മുഷ്ടി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മർക്കട മുഷ്ടി. നേരത്തെ നമ്മൾ എത്തും പിടിയും കിട്ടിയില്ല എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നും മനസ്സിലായില്ല. ഇവിടെ മർക്കട മുഷ്ടി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: വഴക്ക് പറയുക, പ്രശ്നം തീർക്കുക, ദുർവാശി, അടികൂടുക. വഴക്ക് പറയുക, പ്രശ്നം തീർക്കുക, ദുർവാശി, അടികൂടുക. ഇതിൽ ഏതാണ് മർക്കട മുഷ്ടി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മർക്കട മുഷ്ടി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആൻസർ എന്താണ്? വഴക്ക് പറയുക എന്നാണോ? ദുർവാശി? നോക്കിയാലോ. ദുർവാശി. മർക്കട മുഷ്ടി എന്ന് പറഞ്ഞാൽ ദുർവാശി. മർക്കട മുഷ്ടി എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദുർവാശി. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 10.
തടിക്കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ. തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ എന്ന കടങ്കഥയുടെ ഉത്തരം എന്ത്? ഓപ്ഷൻസ് തരാം. അതിനു മുൻപ് കടങ്കഥ എന്താണ്? തടി കണ്ടത്തിൽ തല കല്യാണപ്പന്തലിൽ. തടി കണ്ടത്തിൽ കിടക്കുവാണ്, തല കല്യാണപ്പന്തലിലുണ്ട് എന്ന കടങ്കഥയുടെ ഉത്തരം എന്ത്? ഓപ്ഷൻസ്: വാഴ, പൂക്കുല, തെങ്ങ്, കവുങ്ങ്. വാഴ, പൂക്കുല, തെങ്ങ്, കവുങ്ങ്. ഇതിൻ്റെ ഏത് തടിയാണ് കണ്ടത്തിൽ കിടക്കുന്നത്, അതായത് പറമ്പിൽ കിടക്കുന്നത്? അതിൻ്റെ തല, ഏറ്റവും മുകളിലുള്ള ഒരു ഭാഗം, അതിൻ്റെ തലഭാഗത്തുള്ളത് കല്യാണ പന്തലിൽ ഉണ്ടാവും. ഇതിൽ എന്താണ് ഉത്തരം? എന്താണ് ആൻസർ? പറഞ്ഞോ, ശരിയാണോ നോക്കാം. ഓക്കെ, വാഴ. എന്താ? വാഴ. വാഴ വെട്ടിയിട്ട് അതിൻ്റെ കുല എന്താ ഇവിടെ കൊണ്ടുവരും? കല്യാണ പന്തലിൽ കൊണ്ടുവരും അല്ലേ? വാഴക്കുല കല്യാണ പന്തലിൽ കൊണ്ടുവരും, തടി അവിടെ ഇട്ടേച്ചു വരും. തടി കണ്ടത്തിൽ, തല കല്യാണ പന്തലിൽ. ഉത്തരം എന്താ? വാഴ. തെറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിന് മുൻപൻ ടീച്ചർ 2 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. വരുന്ന ക്ലാസ്സുകൾ ഉടനെ ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ആൻസർ തെറ്റിപ്പോയവർ വീണ്ടും കാണുക, എഴുതിയെടുക്കുക, പഠിക്കുക. ഓക്കെ, അപ്പോൾ ടീച്ചർ ആദ്യം കുറച്ച് കോഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ 9746487799. ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.